മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവലോകന യോഗം ഇന്നും തുടരും. ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് പ്രസിഡന്റ് കെ ജയകുമാറിന് സമിതി ബോർഡ് ആസ്ഥാനത്തെത്തി കൈമാറും. പുതിയ തന്ത്രിയായി കണ്ഠരാജീവരുടെ മകൻ ബ്രഹ്മദത്തിന്റെ നിയമനത്തിൽ 26-ന് അന്തിമ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. 2018 ദേവപ്രശ്ന നിർദ്ദേശപ്രകാരം ശബരിമലയിൽ 40-ലധികം പ്രായശ്ചിത്ത പൂജകളും പരിഹാരക്രിയകളും നടത്താനും ബോർഡ് തീരുമാനിച്ചിരുന്നു. സ്വാന്തന സാജ് നൽകും വിശദാംശങ്ങൾ. സ്വാന്തന, ഇന്നലത്തെ യോഗത്തിന് തുടർച്ചയായി നടക്കുന്ന യോഗത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരിക്കും കൈക്കൊള്ളുക? എന്തൊക്കെയാണ് ഇന്നത്തെ അജണ്ടകൾ? ശ്രുതി കീർത്തന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് യോഗം ഇന്നും ഇപ്പോൾ നടക്കും. അതിൽ പ്രധാനപ്പെട്ട അജണ്ട ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇന്നത്തെ യോഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. കാരണം ഇന്നത്തെ യോഗത്തിലാണ് അടുത്ത ശബരിമല തന്ത്രി ആരാകും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ആരാകണം തന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി 3-അംഗ തന്ത്രി സമിതി ദേവസ്വം ബോർഡ് തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പ്രസിഡന്റും അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ അഭിപ്രായം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ അവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തും എന്നുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ എത്തിയാലും ഇല്ല എങ്കിലും എന്തായാലും അവരുടെ അഭിപ്രായം ഇതിനോടകം തന്നെ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം കൂടി ഇന്ന് ഉണ്ടാകും. ആരാകും അടുത്ത തന്ത്രി എന്നുള്ള ഒരു തീരുമാനം അത് ഇന്ന് എന്തായാലും അന്തിമമായി തന്നെ ദേവസ്വം ബോർഡ് എടുക്കുന്നതാണ്. അതിനുശേഷം ഈ വരുന്ന തിങ്കളാഴ്ച അത് ഹൈക്കോടതി അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ബോർഡ് ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ കണ്ടതാണ് കണ്ഠരാജീവർ അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിയിരുന്നു. പക്ഷേ നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദങ്ങൾക്കിടയിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്താൽ കൂടുതൽ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് തന്നെ ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് കേരളത്തിലെ 3 പ്രമുഖ തന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതിയെ രൂപീകരിക്കുകയും അവരോട് നിർദ്ദേശം നൽകാൻ പറയുകയും ചെയ്തത്. എന്തായാലും ബ്രഹ്മദത്തന്റെ താന്ത്രികമായ ജ്ഞാനം അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ഒരു വിലയിരുത്തൽ നടത്തുകയും ഇവർ ദേവസ്വം ബോർഡിനോട് അക്കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും പുറത്തുവരുന്ന വിശദാംശങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക തീരുമാനം ഇന്ന് ദേവസ്വം ബോർഡ് എന്തായാലും എടുക്കുമെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ശരി, തിരുവിതാംകൂർ ബോർഡ് യോഗം ഇന്നും തുടരും. സ്വാന്തന സാജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.